ഹലോ നമസ്കാരം. നമ്മൾ വീഡിയോയിൽ ഇത്രയും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉത്ഭവം മുതൽക്കുള്ള വീഡിയോകൾ നമ്മൾ പ്ലേലിസ്റ്റിലുണ്ട്, കാണുക. കൂടാതെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബ്രോക്കർ അക്കൗണ്ട്, ആ ബ്രോക്കർ അക്കൗണ്ടിൽ എന്തെല്ലാം ഓപ്ഷനുകളുണ്ട്, ആ ഓപ്ഷനുകളെല്ലാം എന്തിനു വേണ്ടി, എന്തിനു സൂചിപ്പിക്കുന്നു, എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നിവ വിശദമാക്കിയുള്ള വീഡിയോകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ ഒരു ബ്രോക്കർ ഇൻ്റർഫേസിൽ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വാച്ച് ലിസ്റ്റ്, ഹോം ഓർഡർ, പ്രോഫിറ്റ്, ഫണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു, വീഡിയോ ചെയ്തു. അതിനുശേഷം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയാനുള്ളത് IPO, FD, MTF, അഫോർഡബിൾ ഫണ്ട്സ്, ന്യൂസ്, അതേപോലെ ചാർട്ട് 360. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ബാലൻസ് ആയിട്ട് നിൽക്കുന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ മുന്നുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ ഈസിയായ രീതിയിലാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, എനിവേ, ഈ വീഡിയോയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാധാരണക്കാരന് എങ്ങനെ ഇതിലെല്ലാം ഇടപെടാം, എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകാം, മറ്റുള്ളവർ ഷെയർ ചെയ്യാത്ത, മറ്റുള്ളവർ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, സാങ്കേതികമായ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും എന്താണ്, പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നുന്ന ഓരോ വാക്കുകൾ, പ്രൊഫഷണലായ ആളുകൾ അത് ഉപയോഗിച്ചായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ കാണുന്ന വീഡിയോകളിലെല്ലാം അതുപോലത്തെ വാക്കുകളുണ്ടോ? ബട്ട് ഈ വീഡിയോയിൽ അങ്ങനത്തെ വാക്കുകൾ ഉണ്ടാവില്ല. നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം. ലാംഗ്വേജ് ഒരു മീഡിയം മാത്രമാണ്. നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ, മനസ്സിലാക്കാനുള്ള മീഡിയം മാത്രമാണ് ലാംഗ്വേജ്. അല്ലാതെ ഒരു വാക്കുകൾക്കോ ഒരു വലിയ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങൾക്കോ പ്രസക്തിയില്ല. നമ്മൾ മലയാളികൾക്കുള്ള പ്രധാന പ്രശ്നങ്ങൾ ഒന്നതാണ്. ഓരോ വാക്കുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം, ഇന്ന ഫ്ലോറിൽ ഇന്നതേ പറയാൻ പാടുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലേ സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ല, നമ്മുടെ മീഡിയമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ചൈന ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇടപെടുന്ന, ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വസ്തുക്കൾ ഇറക്കുന്ന രാജ്യം ചൈനയാണ്. ഏത് ഉൽപ്പന്നവും ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയും ഒരു മാർക്കറ്റ് ഇറക്കിക്കൊണ്ട് ലോക മാർക്കറ്റ് പിടിച്ചടക്കിയ രാജ്യമാണ് ചൈന. പക്ഷെ അവർക്ക് അറിയുന്ന ലാംഗ്വേജ് വളരെ തുച്ഛമായ, വളരെ ചുരുങ്ങിയ ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് മാത്രമാണ് 1,00,000 പേർക്കും അറിയാം. അതിനപ്പുറം മറ്റു രാജ്യങ്ങളുടെ ലാംഗ്വേജ് അറിയുന്നവർ വളരെ വിരളമാണ്. ബട്ട് അവർ ലോകം കീഴടക്കി, എല്ലാ മാർക്കറ്റിലും അവർ എത്തിപ്പെട്ടു. അതെങ്ങനെയാണ്? അപ്പോൾ ലാംഗ്വേജ് അല്ല, നമുക്ക് ആ കൺസെപ്റ്റേ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ നാട്ടുഭാഷയിൽ, നിങ്ങളുടെ ലാംഗ്വേജിൽ കാര്യങ്ങൾ മനസ്സിലാക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ IPO കുറിച്ചാണ് ഇങ്ങനെ തുടങ്ങേണ്ടത്. IPO കുറിച്ച് തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഒരു IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് നമുക്കറിയാം. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും IPO. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് യൂസഫ് സാഹിബിൻ്റെ ലുലുവിൻ്റെ IPO ഇറങ്ങിയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല സമയത്തും, പല ആളുകളും കേട്ട് കാണും. IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ IPO? നമ്മൾ ചിന്തിക്കും, ഒരു കമ്പനി എന്തിനാണ് ഈ IPO ഇറക്കണം, എന്താ ആവശ്യം, ഇതിൻ്റെ ബാക്കിൽ എന്താണ്? ഫസ്റ്റ് വീഡിയോ ഞാൻ IPOയുടെ ഉത്ഭവം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ IPO അവിടെ നിന്നെല്ലാം പോകുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു IPO ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന കമ്പനികളായി ആണ് ഏറ്റവും കൂടുതൽ IPO ഇറക്കി ഡിമാൻഡായി മാറുന്നത്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് യൂസഫ് സാഹിബ് ലുലുവിൻ്റെ IPO അനൗൺസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യം, എന്തിനാണിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, പലരും ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ഇത് വിൻ ചെയ്ത് നിൽക്കുന്ന, മാർക്കറ്റിൽ ടോപ്പായി നിൽക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പണം സമാഹരിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പറയാം, ഒരു കമ്പനി അതിൻ്റെ IPO കൊടുക്കുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ അവർക്കുള്ള സ്ഥാനം ഒന്ന് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. പ്രൊഫഷണലി നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനം IPO കൊടുക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രൊഫഷണലായി ആ കമ്പനി ബ്രാൻഡ് കൂടുതൽ ജനങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. കാരണം ഇങ്ങനെ ഒരു വലിയൊരു കമ്പനി ഒരു IPO ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും അത് IPO വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഈ കമ്പനിയുടെ ഒരു ഭാഗമായി മാറുക എന്നുള്ളൊരു ആഗ്രഹം അവിടെ സാധിക്കുകയാണ്. IPO എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഭാഗമായി, ആ കമ്പനിയുടെ എല്ലാ കാര്യത്തിലും നമുക്കൊരു പങ്കാളിത്തം വന്നു. അപ്പോൾ ആ കമ്പനി നമ്മളുമായി ചേർന്ന് നിൽക്കുകയാണ്, നമ്മൾ ഹൃദയവുമായി ചേർന്ന് നിൽക്കുകയാണ്. അതൊരു പ്ലസ് പോയിന്റ്. രണ്ടാമത്,
നമ്മുടെ കമ്പനി ഇനിയും ഒരുപാട് എക്സ്പാൻഡ് ചെയ്യണം. നിലവിൽ ഫണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇനിയും ഒരുപാട് വളരണം. ലോകരാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പിന്നെ ലുലു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലോകത്ത് വേൾഡ് മൊത്തം ലുലു വ്യാപിപ്പിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇനിയും അതിൻ്റെതായ പിന്നെ സാധ്യതകൾ കണ്ടുകൊണ്ട് അതിനു വേണ്ടി പണം സ്വരൂപിക്കുകയാണ്. അത്രയും വലിയൊരു ഫേമായി മാറുകയാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് IPO സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയാണ്. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് വില്ലാണ്. ഈ ഏറ്റവും കൂടുതൽ ഒരു മൂല്യം നമ്മൾ കാണുന്നൊരു വസ്തു അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്, ഇതിനെക്കാട്ടിൽ ഏറ്റവും വലിയ അസറ്റായി കാണുന്നത് അതിൻ്റെ ഗുഡ് വില്ലാണ്. ഈ ഗുഡ് വില്ല് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ലുലു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു ബ്രാൻഡ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളിൽ ആ ഒരു ബന്ധം അവിടെ വളരെയാണ്. അറബ് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേരളത്തിലായി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു എംബ്ലം, ആ ഒരു ലോഗോ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ഗൃഹാതുരത്വം, നമുക്കൊരു സ്നേഹം, സന്തോഷം, സൗഹൃദം വളർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ആ കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം, മുതൽക്കൂട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള നല്ല വിഭാഗം, ഒരു 99% ജനങ്ങളും അങ്ങനെയാണ്. അങ്ങനെ ലുലുവിൻ്റെ അല്ലെങ്കിൽ ഏതൊരു കമ്പനിയാണ്, ലുലുവിൻ്റെ ഉദാഹരണത്തിന് പറഞ്ഞാണ്, ഏത് കമ്പനിയായി കഴിഞ്ഞാലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ IPO അപ്ലൈ ചെയ്ത് IPOക്ക് നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ IPO ഇറങ്ങുന്ന സമയത്ത് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 100 രൂപയാണ് ഒരു IPOയുടെ വില എന്നുണ്ടെങ്കിൽ, ഓപ്പണിംഗ് കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മൾ IPO എടുത്തു, പിന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ തന്നെ നമ്മൾ ഷെയർ എടുത്തു, 100 രൂപയ്ക്ക് എടുത്ത് അന്നേ ദിവസം തന്നെ ചിലപ്പോൾ അത് 100 ആണുള്ളത് 200 300 ആവാം, ഡിമാൻഡിനനുസരിച്ച് അവിടെ നമുക്ക് പ്രോഫിറ്റ് വന്നു. ഇപ്പോൾ 100 രൂപയ്ക്ക് ഞാനൊരു കമ്പനിയുടെ ABC കമ്പനിയുടെ 100 രൂപയാണ് IPO അനൗൺസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ ഞാൻ ബൈ ചെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അത്ര ഡിമാൻഡുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപ 150 200 ആയി മാറാൻ സാധ്യതയുണ്ട്. ചില ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും. മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത സമയത്ത് ആളുകൾ ഡിമാൻഡാണ് നമ്മളിതിനെ വില കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ്. പിന്നെ ദീർഘകാലത്തിലേക്ക് കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. അത് മറ്റൊരു കാരണം. ഇതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യം പറയണം. 100 രൂപയ്ക്ക് നമ്മൾ ABC കമ്പനിയുടെ പിന്നെ IPO എടുത്തു കഴിഞ്ഞിട്ട് അത് 50 ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവും സംഭവിക്കും. അതും കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ ഈ IPO എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ്, അല്ലെ അവിടുത്തെ അസറ്റ് കാര്യങ്ങൾ, അവിടുത്തെ ജീവനക്കാർ, അവരുടെ മാർക്കറ്റ് ഷെയർ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം IPO വാങ്ങിക്കാൻ. അപ്പോൾ ഇതാണ് IPO എന്ന് പറയുന്നത്. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട്, നമ്മളെ പിന്നെ പബ്ലിക്കുമായിട്ട് ഒരു മാനസികമായിട്ട് സൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു പിന്നെ ഗുഡ് വില്ല് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് IPO പല കാര്യങ്ങളും. പിന്നെ ചില കമ്പനികളൊക്കെ പിന്നെ അവരെ ബാധ്യതകൾ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ബാധ്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ IPO ഇറക്കുന്നുണ്ട്. ഇത് എന്തിനാണ് IPO ഇറക്കുന്നത് നമ്മളാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, IPO അങ്ങനെ ഒരു കാര്യം. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ലോസ് വരാൻ സാധ്യത. എന്തായാലും ദീർഘകാലത്തിലൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് IPO, കുഴപ്പമൊന്നുമില്ല. കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്കും വളർച്ച ഉണ്ടാകും. ഓക്കെ, ഇത് ബേസ് റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. IPO എന്നാണ് അവർ അനൗൺസ് ചെയ്യുന്നത്, ആ റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പിന്നെ പ്ലസ് പോയിന്റ്. IPOനെ കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിച്ച് അവസാനം ഒന്നുകൂടെ പറയാം. നമ്മൾ IPO അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് പിന്നെ IPOക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇഷ്യൂ പ്രൈസിന് ബിഡ് ഇട്ട് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ IPO നമ്മളെ ഷെയർ എത്തുന്നതാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വരുന്നു. അടുത്തത് FD നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. FD കൂടുതലായി പറയേണ്ടതുണ്ട് തോന്നില്ല, എന്തായാലും 1-2 വാക്കുകളൂടെ പറയാം. FD പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മൾ നോർമൽ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ട് നമ്മൾ പലരും അതിൽ അംഗമായിട്ടുണ്ടാവും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ളൊരു സ്കീമിൽ. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് സേഫ്റ്റിയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം മുന്നേ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് പല സോഴ്സിൽ നിന്ന് കിട്ടും. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ മുത്തൂറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. നമ്മളെ വെഹിക്കിൾ ലോൺ തരുന്ന ചോളമണ്ഡലം ഫിനാൻസ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ കമ്പനികൾ, അതേപോലെയുള്ള കമ്പനികളാണ് നമ്മളെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, ഇങ്ങനെയുള്ള പോലെ സ്കീമുകളുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു
ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയാണ്. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കൂടുതലാണ്, സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ ഇതിൽ ചില പോസിറ്റീവുകളും കൂടുതലുണ്ട്. എഫ് ഡിയിൽ നമുക്ക് എന്താ വെച്ചെങ്കിൽ പിന്നെ നെഗറ്റീവ് നഷ്ടസാധ്യത ഇല്ല. കാരണം ഒരു 7% ഒക്കെയാണ് അതിൻ്റെ ഒരു നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പിന്നെ ശരാശരി ആവറേജ് ഒരു 7% ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു ലക്ഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പിന്നെ 1 ലക്ഷം പ്ലസ് 7% ഇതായിരിക്കും. അതിൽ കൂടുതലോ അല്ലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ബട്ട് ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്, അത് ഒരു 100% നമുക്ക് വിശ്വസനീയമാണ്. ഒരിക്കലും അത് താഴോട്ട് വരില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. 100% പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഏകദേശം 100% തന്നെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം, ലാഭം കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഇതല്ല ഇപ്പോൾ IPO 100 രൂപയ്ക്ക് നമ്മൾ IPO വാങ്ങിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കമ്പനിയുടെ IPO ആണ്. നമുക്ക് അത് ചിലപ്പോൾ 200 300 ആവാൻ സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ മ്യൂച്വൽ ഫണ്ട് ആയി കഴിഞ്ഞാലും ഇതെല്ലാം അങ്ങനെയാണ്. പക്ഷേ FDക്ക് അതില്ല. ഒരു 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആയി തന്നെ നിൽക്കും. അതിൽ കൂടാനും കുറയാനും സാധ്യതയില്ല. പക്ഷേ സേഫാണ്, നമുക്ക് വിശ്വസനീയമാണ്. മറ്റു കാര്യങ്ങൾ പോലെയല്ല. ഇവിടെ റിസ്ക് കൂടുതലാണ്, അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുതലാണ്. ഇവിടെ റിസ്ക് കുറവാണ്, അപ്പോൾ സാധാരണ പ്രോഫിറ്റും കുറയും. അങ്ങനെയുള്ളത് നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കണമെന്നുള്ളതനുസരിച്ചാണ് നമുക്ക് പ്രോഫിറ്റ്. ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. റിസ്ക് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയ്ക്ക് തിരിയാം. അല്ല, റിസ്ക് ഇല്ലാതെ കുറച്ച് ക്യാഷ് അത് മതി എന്നുള്ള മാനസികാവസ്ഥയാണെങ്കിൽ ഈ FD എന്നുള്ള കാര്യത്തിലേക്ക് തിരിയാം. അപ്പോൾ അടുത്തത് FD കഴിഞ്ഞു. ഇനി MTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻറ്റു ഒരു 4 ലക്ഷത്തിൻ്റെ ബിസിനസ് നമുക്ക് ട്രേഡ് ചെയ്യാം. ബിസിനസ് ഉദ്ദേശിച്ച് ട്രേഡ് ചെയ്യാം. അതാണ് ഈ MTFൻ്റെ പ്രത്യേകത. MTF നമുക്ക് ലോണ് തരികയാണ്. ആര്? നമ്മുടെ ബ്രോക്കറോ അല്ലെങ്കിൽ ഇവർ തരികയാണ് നമുക്ക് ലോണ്, നമ്മളോട് ചെയ്യാൻ പറയണം. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% ഏകദേശം നമുക്ക് നല്ലൊരു സാധ്യത അവിടെ കാണുകയാണ്. ഇത് ശരിയാവും, നമുക്ക് പിന്നെ പ്രോഫിറ്റബിൾ ആണ്. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ല, ആകെ നമ്മുടെ അടുത്തുള്ളത് 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവറേജ് ഇത് ഉപയോഗിക്കാം. കാരണം ഈ MTF പിന്നെ ലീവറേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1 ലക്ഷത്തിന് 4 ലക്ഷത്തിൻ്റെ ട്രേഡ് ചെയ്യാൻ കഴിയും. നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ അത് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് 4 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അതേപോലെ ലോസ് ആണെങ്കിൽ 4 ലക്ഷത്തിൻ്റെ ലോസും വരും. പ്ലസ് ഈ 4 ലക്ഷത്തിന് 3 ലക്ഷത്തിൻ്റെ നമുക്ക് നല്ലൊരു എമൗണ്ട് അവർക്ക് ഒരു പലിശ ഇനത്തിൽ നമ്മൾ കൊടുക്കേണ്ടിയും വരും. അപ്പം അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക. അത്ര ഡേഞ്ചറാണ് സംഭവം. ഓക്കെ, അത് ഞാൻ പറയുന്നു. പിന്നെ അടുത്തത് ഈ ഒരു ലിസ്റ്റിൽ വരുമ്പോൾ അഫോർഡബിൾ ഓപ്ഷൻസ് ആണ്. അഫോർഡബിൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബോണ്ടുകൾ, ചെറിയ പൈസക്കുള്ള, അതായത് നമുക്ക് എപ്പോഴും നമ്മൾ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുക? നമ്മളൊരു പിന്നെ സാധനം വാങ്ങേണ്ടത് നമുക്ക് അഫോർഡബിൾ ആണോ? അതായത് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊണ്ടിട്ടുള്ള നമ്മൾക്കുള്ള ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളാണ് അഫോർഡബിൾ എന്നുള്ള ലിസ്റ്റിൽ വരിക, ഈ ഓപ്ഷനിൽ വരിക. നമുക്ക് എത്രത്തോളമാണ് നമ്മളെ കയ്യിൽ ഉള്ളത്, ചെറിയ ബോണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ അഫോർഡബിൾ എന്നുള്ള ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം, അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് മെയിൻ. നമുക്ക് എത്രയാണ് നമ്മളെ ഫണ്ട്, ഏറ്റവും ചെറിയ തുകകൾ വെച്ച് നമുക്ക് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് അഫോർഡബിൾ. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നുമില്ല. നമ്മൾ ഷെയർ മാർക്കറ്റ് ഇതിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്, വേറൊന്നുമില്ല. ഇതൊരു വിൻഡോയിൽ വരുമ്പോൾ നമുക്കിത് എന്തൊക്കെ സംഭവങ്ങൾ തോന്നും, ഇതെല്ലാം ഓക്കെ. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഷെയർ മാർക്കറ്റ് അതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങൾ വരുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ടിപ്സ്, അല്ലെങ്കിൽ ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നു. ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് ചാർട്ട് 360 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് എന്തോ സംഭവമാണ്. 360 എഴുതിയൊരു ആരമാർക്ക് മേപ്പോട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ എല്ലാ ഓപ്ഷനും അങ്ങനെ തന്നെയാണ്. പുതിയൊരാൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ ഒരു പിന്നെ ബ്രോക്കർ ഇൻ്റർഫേസ് ആണ്, അത് വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ ഓപ്ഷനുകളാണ് എല്ലാത്തിലും ഉണ്ടാവുക. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ചിലത് വലതുവശത്തുള്ള ഇടതുവശത്തേക്കാവും, അല്ലെങ്കിൽ മേലുള്ള താഴത്തേക്കാവും, അത്രയുള്ള മാറ്റം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരാളൊരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയണ്ടേ. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് മനസ്സിലാവും, പിന്നെ IPO FD മനസ്സിലാവും. പക്ഷെ ഇത് എന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒന്നുമില്ല.
ഇത് നമ്മൾ ഈ പിന്നെ മാർക്കറ്റിലുള്ള പിന്നെ ഓരോരോ ഗ്രാഫുകൾ ഇങ്ങനെയുള്ളത് ചാർട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ 360 ഡിഗ്രി വരെ കാണാം. കാൻഡിൽ സ്റ്റിക്കൊക്കെ 360 ഡിഗ്രിയിൽ കാണണം. 360 ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഡിഗ്രിയിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാതും കാണാം. അതിൻ്റെ ഡ്രോയിങ് എന്ന് പറയുന്നത് ചാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മളൊരു ഇന്റർഫേസ്, ഒരു ബ്രോക്കർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ പിന്നെ ബ്രോക്കർ ഇന്റർഫേസ് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി, ഒരു ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ആപ്പ് കിട്ടും. ആ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. ഇത്രയും ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ ചില ഓപ്ഷൻസ് റൈറ്റ് ലെഫ്റ്റ് മാറും എന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ചിലപ്പോൾ ചില പിന്നെ ഓപ്ഷൻ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആപ്പിൻ്റെ ബേസിക്കും പിന്നെ പ്രോ മോഡും ഒക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ അതിനു വേണ്ടി പിന്നെ അതിലൂടെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബേസിക് ആയിട്ടുള്ള ആപ്പ് ഇതാണ്. ഇത് കണ്ട് കുറേ കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി കുറച്ചും കൂടി ഓപ്ഷൻ, ചിലപ്പോൾ ഈ 360 ഡിഗ്രി ചാർട്ട് എന്നുള്ളതിന് വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യും. ചില ഓരോ മറ്റ് പിന്നെ നമ്മുടെ സ്റ്റോക്കിനെ കുറിച്ചും 2-3 കമ്പയർ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടുതൽ വരും. എന്നിരുന്നാലും ഇതാണ് ആത്യന്തികമായി നമ്മളെ ഈ ഒരു പിന്നെ ബ്രോക്കറുടെ നമ്മളൊരു ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനോ തയ്യാറാകുമ്പോൾ അതിൽ കാണുന്ന ഓപ്ഷൻസ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും വിശദമായൊരു പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവണം, എല്ലാവരും ഇത് എന്തെന്ന് അറിയണം, അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഓരോ ഓപ്ഷനും വിട്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എനിവേ, എല്ലാവരും എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ട് നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.